ഗൈസൊക്കെ അങ്ങനെ 8ന്റെ പണി കിട്ടിയില്ലേ അമ്മ? എന്ത് ആ വരുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും വീഡിയോസുകളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഇതുപോലത്തെ നാടൻ വീട്ടമ്മയുടെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് അല്ലേ. എന്തായാലും വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവാം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോസൊക്കെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഒരു 5:50 ആയപ്പോൾ ഞാൻ എണീറ്റ് വന്ന് പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അടുപ്പിൻ്റെ ചുവട്ടിൽ വന്നത്. അങ്ങനെ ഞാനിതാ വേഗം തന്നെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് പോകുമ്പോൾ ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അടുപ്പ് കത്തിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ ഇങ്ങനെ വരാറുണ്ട് നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന സമയത്ത്, ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ നല്ല നല്ല കമൻസൊക്കെ കേൾക്കാനും അല്ലെങ്കിൽ വായിക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മളത് അടുപ്പിൽ വിറകൊക്കെ ഇട്ട് കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പിന്നെ മറ്റുള്ള പണികളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളൊന്നുമില്ലല്ലോ, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ട് പോകണം. അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വയ്ക്കണം, അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള ഒരു തത്രപ്പാടാണ് കേട്ടോ രാവിലത്തെ ഒരു ഇത്. പോരാത്തതിന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു മഴയുണ്ടായിരുന്നു. എണീക്കാൻ നല്ല മടിയുണ്ട് കേട്ടോ മഴയായതുകൊണ്ട് തന്നെ. പക്ഷേ മടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം തന്നെ എണീറ്റ് വന്ന് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ അരിയൊക്കെ ഇടുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്ന് പല്ല് തേപ്പും കാവുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പടപടാന്ന് സൗണ്ട് കേൾക്കുന്നത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ഷീറ്റിൽ മഴ വീഴുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കുകയാണ്. പിന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലൊരു ചാക്ക് കെട്ടി വെച്ചിട്ടില്ലേ, അതിൽ വന്നിട്ട് നമ്മുടെ ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ, പ്ലാസ്റ്റിക്കൊക്കെ. അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് വന്നു. ദോശ മാവൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ, ഉണ്ടാക്കണില്ല ഇപ്പോൾ. ദോശ മാവൊക്കെ പൊങ്ങിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ദോശ എന്ന് പറയുന്നത് റാഗി ദോശയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അരച്ച് വെച്ചാണ്, അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഒരു 2 കപ്പ് റാഗി കുതിരാനിട്ടു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉഴുന്നും ഉലുവയും ഇട്ടു. പിന്നെ അരയ്ക്കണ സമയത്ത് നമ്മൾ ഒരു തവി ചോറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ റാഗി അരച്ചെടുത്തത്. എല്ലാം കൂടെ അങ്ങോട്ട് മിക്സിയിലിട്ട് അരച്ച് ഇന്നലെ എടുത്ത് വെച്ചതാണ് കേട്ടോ മാവ്. അങ്ങനെ അതൊക്കെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാം ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ളത് കുക്കറിനകത്ത് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ ചിരവാണ്, ചമ്മന്തിക്കുള്ളതും സാമ്പാറിനുള്ളതും ഉപ്പേരിക്ക് വേണ്ടതൊക്കെ തേങ്ങയൊക്കെ ചിരവി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് അങ്ങനെ എടുത്തൊന്നുമില്ല. രാവിലത്തെ ഒരു ധൃതിയും തത്രപ്പാടൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഫോണ് നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല കേട്ടോ. പിള്ളേർക്ക് ലീവുള്ള ദിവസം പൊതുവെ നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടില്ല. കുറച്ച് നേരം അവിടെ ഇരിക്കുന്നത് കണ്ടാൽ ഇഷ്ടമല്ല, എല്ലാം വേഗം തന്നെ എടുത്തിട്ട് പോവും. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് രാവിലെ ചോറ് വെപ്പം അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഇന്ന് അവരൊക്കെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും സാമ്പാറും. പിന്നെ ഈ ദോശയ്ക്ക് വന്നിട്ട് ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ചട്നീനേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ചമ്മന്തിക്കാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചട്നി കുറച്ച് കട്ടിയായിട്ടുള്ളൊരു കട്ടി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എനിക്ക് അതിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും വൈകുന്നേരവും ഞാൻ ഇതേ കോറ ദോശ, അതായത് റാഗി ദോശ തന്നെയാണ് ഉണ്ടാക്കി കഴിച്ചത്. ആ ഒരു സമയത്ത് ഞാൻ പുതിന ഇല ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു.
ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി എരിവുള്ള ചമ്മന്തിയൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു റാഗി ദോശയ്ക്ക് നന്നായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ എന്തായാലും ഇതാ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഓരോരുത്തർക്കും ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഏട്ടനും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റാഗി ദോശ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മൊരിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു ചെട്ടിക്കുട്ടിക്ക് ഇത് കാണുമ്പോൾ ഒരു കറുത്ത കളറ് കാണുമ്പോൾ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു, കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. പക്ഷേ അവൾ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ. പക്ഷേ നല്ല നെയ്യൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയാൽ നല്ലതാണ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിതാ ക്ലാസ്സിലൊക്കെ എത്തി. പിന്നെ ക്ലാസ്സിൻ്റെ ഇൻ്റർവ്യൂവിലെ സമയത്ത് ഞാൻ കുറച്ചിങ്ങനെ വീഡിയോസുകളൊക്കെ എടുക്കാനുള്ളു. അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ തീരാറായി. പിന്നെ അസൈൻമെൻറ്റുകളും ഒക്കെ ചെക്ക് ചെയ്യുകയാണ് സാറ്. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആയപ്പോൾ അത് കണ്ടില്ലേ, ഒരാളിങ്ങനെ നല്ല കിടന്ന് ഉറക്കത്തിലാണ് കേട്ടോ. ബോയ്സ് മിക്കവാറും സമയത്ത് വരുമ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങാറുണ്ട് ബ്രേക്ക് കിട്ടുന്ന സമയത്ത്. കാരണം അവർ പല ജോലികളും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയമായിരിക്കുമല്ലോ. അവരൊക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ലഞ്ച് ടൈമിൽ ലഞ്ചൊക്കെ കഴിച്ചു. മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തവർ ബുക്കുകൾ ഇങ്ങനെ മറയ്ക്കുക. അങ്ങനെ മറച്ചു നിന്നാൽ മതി. അങ്ങനെ നമ്മൾ അടുത്ത പീരീഡും കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഏട്ടൻ്റെ മാഷുണ്ടല്ലോ, ഫിസിക്സ് മാഷാണ് കേട്ടോ. ആൾ ഇന്നിപ്പോൾ ഫിസിക്സ് ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട് വന്നപ്പോൾ ടെലസ്കോപ്പ് ഉണ്ടല്ലോ, ഇതിന് പേരെന്താ, ടെലസ്കോപ്പോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. വാന നിരീക്ഷണം, അതായത് നമ്മൾ ഗ്രഹങ്ങളൊക്കെ നോക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇവരെ പഠിപ്പിക്കാനായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഒന്ന് കാണാൻ ആഗ്രഹം എന്ന്. അങ്ങനെ നമ്മളിതാ സാറ് വീണ്ടും അതൊന്ന് വണ്ടിയിൽ നിന്നൊക്കെ എടുത്ത് വീണ്ടും അത് ഫിറ്റ് ചെയ്ത് ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കാലാവസ്ഥ ഒരു ഇരുണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളും അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ദൂരെ കാണുന്ന ആ ഒരു മരം ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് അടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇല പോലും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും അതൊന്ന് നോക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കൂടെയൊക്കെ നോക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞത്, സാറ് ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ, സാറിനെ ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഉറുമ്പരിക്കുന്നുണ്ടെങ്കിൽ അതുപോലും കാണുമായിരുന്നു. അത്രയ്ക്ക് എന്താ പറയുക, നല്ല ഫോക്കസ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ സാറ് പറഞ്ഞത് ഇത് നമ്മൾ ചന്ദ്രനിലൊക്കെ നോക്കിയാൽ അതിൻ്റെ കുഴികൾ വരെ കാണാൻ പറ്റും ഇതിൽ എന്നാണ് പറഞ്ഞത്. അത് ഓരോ സമയത്ത് എല്ലായ്പ്പോഴും ഒന്നും ഗ്രഹങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ, അത് ഓരോരോ സമയത്തേ അതിൻ്റെ ഇതൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. നീ ഇങ്ങനെ പിടിക്കുക, ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ. നീ എടുത്തത് വീഡിയോയിൽ വന്നിട്ടില്ല. ഞങ്ങൾ കാരണം കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടും. അതന്നെ ഫസ്റ്റ് നോക്കി എന്താ നോക്കിയത്? ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് അല്ല, മിററാണ്, കോൺകേവ് മിറർ. ഇതാണ് കോൺകേവ് മിറർ. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പിന്നെ 50 സെൻറ്റിമീറ്റർ ആണ്, 50 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ഓബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് ഇവിടെ ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ ഒരു ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൊരു മിറർ വെച്ചിട്ടുണ്ട്. ആ മിറർ വന്ന് തട്ടും. അതിൽ ആ മിററിലെ സംഭവമാണ് ഇവിടെ കാണുന്നത്. ഏതാ ബൈനോക്കുലർ? അവിടെ നിന്ന് വീഡിയോ എടുത്തോ, ഞാൻ ഫോട്ടോ ആക്കിക്കോളാം. ലെൻസ് ആണ് കിട്ടില്ല. എടുത്തു വെച്ചതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പിന്നെ റിഫ്ലക്ട് ചെയ്ത് ഈ മിറർ വരും കേട്ടോ. ഈ മിറർ ചെറിയ മിറർ കണ്ടിട്ടില്ലേ? ഈ മിറർ ഇതിലെ നോക്കുമ്പോൾ ഈ മിററിലെ കാര്യം കാണുന്നതാണ്.
ചെറിയ വ്യത്യാസം വന്നാൽ പോലും അലൈൻമെൻറ്റ് ഇപ്പോൾ നക്ഷത്രത്തിലെ വീനസിനെ നോക്കുകയാണെങ്കിൽ വീനസ് ഫോക്കസ് ചെയ്ത് ആരെങ്കിലും തട്ടിയാലുണ്ടല്ലോ അനേക കിലോമീറ്റർ അപ്പുറത്തോട്ടാണ് മാറുന്നത്. എല്ലാ ഗ്രഹങ്ങളെയും ഒരു സമയത്ത് കാണാൻ പറ്റില്ല. വീനസ് ഉള്ളപ്പം ജൂപ്പിറ്ററെ കാണാൻ പറ്റുന്നില്ല. നക്ഷത്രത്തിന് വലിയ നക്ഷത്രമാണെങ്കിൽ ഇത് കിട്ടത്തുള്ളൂ. അത് നല്ലോണം ഫോക്കസ് ചെയ്ത് നോക്കണം, കാത്തിരുന്ന് നോക്കണം. ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയ പിന്നെ എന്താ ഒരു ടെലസ്കോപ്പാണ്. ഇതിൽ കൂടെ നോക്കിയാൽ 4 കാലുണ്ട്. ഈ 4 കാലിൻ്റെ ഇടയ്ക്ക് കാണുന്ന സംഭവമാണ് ഇതാ നോക്കുക. അങ്ങോട്ട് നോക്ക്. തലതിരിഞ്ഞാകാം, തലതിരിഞ്ഞ എവിടെ ഞാനൊന്ന് നോക്കട്ടെ. ഇത് കാണുന്നത് ഇൻവേർട്ടഡ് ഇമേജാണ് കാണുന്നത്, തലതിരിഞ്ഞ കാണുന്നത്. നമ്മൾ ഇലകളായതുകൊണ്ട് തലതിരിഞ്ഞ് എങ്ങനെ ആയാലും മനുഷ്യരെ അങ്ങ് നോക്കിയാൽ അങ്ങനെ തന്നെ കാണും. പിന്നെ സൂര്യനെ പിന്നെ ചന്ദ്രനെയൊക്കെ നോക്കിയാൽ ചന്ദ്രൻ്റെ കുഴികൾ വരെ കാണാൻ പറ്റും. നല്ല പൂർണ്ണേന്ദ്രമുള്ള സമയത്ത് നോക്കിയാൽ കുഴികൾ വരെ കാണാം. അതാണ് പ്രത്യേകത. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് 10 ദിവസത്തെ വർക്ക്ഷോപ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നു. അങ്ങനെ ഉണ്ടാക്കിയത്. അങ്ങനെ വാന നിരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബേക്കറിയിൽ കയറി കുട്ടികൾക്ക് പപ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചിട്ട് പോകും. അങ്ങനെ നമ്മുടെ കുമാർ ബേക്കറിയിൽ കയറി പപ്സൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ, വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് പപ്സൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഓരോരുത്തരും എന്താണാവോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. അവർക്ക് അറിയില്ലല്ലോ നമ്മൾ യൂട്യൂബിലിടാണെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ തിരിച്ച് ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശിങ്കിടികൾ 2 പേരും അവിടെ ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിക്കൊണ്ട് അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ ജസ്റ്റ് അറിയാത്ത പോലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പോകുന്നതും കാത്തിട്ട് വീട്ടിൽ 2 പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. പോയത് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുക, കഴിക്കാൻ കൊണ്ടുവന്നതൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും വീട്ടിൽ വന്ന് അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളിതാ ചിട്ടിക്കുട്ടി ഇങ്ങനെ മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ടാകും നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മുടെ തൊടിയിൽ ഇങ്ങനെ നമ്മുടെ നാട്ടുമുല്ലയുണ്ടല്ലോ, വള്ളിയിൽ കയറി പോണ സാധാ മുല്ല, അതുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മുകളിൽ പോയി അതവിടെ നിൽക്കുന്നുണ്ട് മുല്ല. അപ്പോൾ എന്തായാലും ഞാൻ മുല്ലപ്പൂവൊക്കെ മുട്ടൊക്കെ ഒന്ന് വലിക്കാമെന്നും പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ, ഞാനും പിള്ളേരും കൂടെ. അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയിട്ടാണ്, മേലെയുള്ളതൊന്നും വലിക്കാനായിട്ട് പറ്റിയില്ല, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചിട്ടിക്കുട്ടിക്ക് നാളെ സ്കൂളിൽ പോകുമ്പോൾ തലയിൽ വെക്കാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറിച്ചതാണ് കേട്ടോ. കൊണ്ടുവരുന്നു അവിടെ കിട്ടാൻ മതി. അപ്പം നമുക്ക് വ്യത്യാസം അത് മുരങ്ങയിലുണ്ട്. ആ മുരങ്ങയിലാണ് ഇങ്ങനെ കട്ട കൂടി നിൽക്കുന്നത്. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ അതൊക്കെയായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് പിന്നെ തിങ്കളാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. തിങ്കളാഴ്ച രാവിലെ മുതൽ വീണ്ടും അതേപോലെ വൈകുന്നേരം വരെ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ ഒരു വീഡിയോയിൽ അങ്ങോട്ട് ഉൾക്കൊള്ളിച്ചതാണ്. അപ്പോൾ വേറെ ആയിട്ട് എന്താണ് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും ഇപ്പം സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വീഡിയോ ആക്കിയതാണ് കേട്ടോ. അതാണ് കുറച്ച് ലെങ്ത് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ രാവിലെ എണീറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ രാവിലെ ചോറ് ഉണ്ടാക്കി. പിന്നെ ചിട്ടിക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, അതായത് വെണ്ടയ്ക്ക ഉപ്പേരി വറുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവിടെ കുട്ടികൾ വെണ്ടയ്ക്ക കറി വെച്ചാൽ അധികം അങ്ങനെ കഴിക്കില്ല. വെണ്ടയ്ക്ക ഇതുപോലെ നീ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. അങ്ങനെ അതുണ്ടാക്കി. പിന്നെ തലേദിവസം സാമ്പാറുണ്ടായിരുന്നു കേട്ടോ, അതും ഉണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ അതാ രാവിലെ തന്നെ ഏട്ടൻ മീനൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ തന്നെ ഏട്ടൻ മീനൊക്കെ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മീനൊക്കെ കുറച്ച് പച്ചമീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കറി വയ്ക്കാനായിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി തന്നിട്ടാണ് പോയത് ആൾ പണിക്ക്. പിന്നെ അങ്ങനെ ഞാനതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കഴുകാനായിട്ട്. പിന്നെ നമ്മൾ മുറിച്ച വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിട്ടിക്കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ റെഡിയായി, ചോറായി.
ഇനിയിപ്പോൾ മീൻ കറിയൊക്കെ വെക്കണം. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് ഞാനിതാ മോട്ടറൊക്കെ ഓൺ ചെയ്ത് വെള്ളമൊക്കെ പിടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ, ഇന്നും കൂടെ പോകണം. രണ്ടാം മറിയും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചാരുമോൾക്ക്. അപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ചെറുതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം മരുന്ന് കഴിച്ചിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ചാരുമോൾ സ്കൂളിലേക്ക് പോയിട്ടില്ല കേട്ടോ തിങ്കളാഴ്ച. അപ്പോൾ എന്തായാലും ഞാനിതാ നല്ല വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വെക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും വെള്ളമൊക്കെ ഒന്ന് നിറച്ച് നല്ല വെള്ളമൊക്കെ പിടിച്ച് ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. പിന്നെ പോരാത്തതിന് എനിക്ക് സ്കൂൾ വരെ ഒന്ന് പോകണം. നമ്മുടെ എക്സാമൊക്കെ ഡേറ്റൊക്കെ ആയല്ലോ. അപ്പോൾ ഹോൾ ടിക്കറ്റൊക്കെ വന്നിട്ടുണ്ട്, അതും കൂടെ വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പോൾ ആ ഒരു തിരക്കാണ് കേട്ടോ രാവിലെ. അപ്പോൾ ഞാനിവിടെ വെള്ളം പിടിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ ടാങ്ക് കണ്ടപ്പോഴാണ് കേട്ടോ അത് ഈ കാര്യം ഓർമ്മ വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണ്, നമുക്ക് നേരിട്ട് അറിയുന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വന്നതൊന്നുമല്ല, നേരിട്ട് അറിയുന്നൊരു വ്യക്തി ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഈ ടാങ്കൊക്കെ കഴുകണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ആ ടാങ്ക് എന്തിനാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത്, വേണ്ടായിരുന്നു, എന്തിനാ എത്ര എന്താ പറയുക ഇതുപോലെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാങ്കിൻ്റെ കോലം കണ്ടിട്ടെങ്കിൽ ആരെങ്കിലും ഒരു ടാങ്ക് വാങ്ങി തരട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. തമാശയ്ക്കാണ് കേട്ടോ ആൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് നമ്മൾ ടാങ്കൊക്കെ പുതിയത് അപ്പുറത്തുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ വേറെ നമ്മൾ കഴുകണതൊക്കെ അതിലാണ് കേട്ടോ. അതായത് അരി കഴുകണതും നമ്മൾ വെജിറ്റബിൾ കഴുകുന്നതൊക്കെ പുതിയ ടാങ്കിൽ വെള്ളം നിറച്ച് വയ്ക്കുക, അതിൽ നിന്നാണ് കഴുകുന്നത്. ഈ ഒരു ടാങ്കിൽ വന്നിട്ട് ഞാൻ തുണി അലക്കാനും പാത്രം കഴുകാനും മാത്രമേ എടുക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഒന്നിനും എടുക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ എന്താ പറയുക, എന്ത് സാധനമാണെങ്കിലും മാക്സിമം ഞാൻ ഉപയോഗിച്ചിട്ടേ അത് ഉപേക്ഷിക്കുകയുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് ആ ഒരു ടാങ്കിൽ പൊളിഞ്ഞ ടാങ്കാണെങ്കിലും നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 ദിവസം തുണി അലക്കാനുള്ള വെള്ളം അതിൽ പിടിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അതിനെ അങ്ങോട്ട് ഇട്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ, ഒന്നും കൂടെ പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ടാങ്ക് കഴുകിയിട്ടാണ് ഈ പരുവായത്. കാരണം ചരിച്ചിടുമ്പോൾ അത് കേട് വന്നു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ, അല്ലാതെ ടാങ്ക് വാങ്ങിക്കാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ പിശുക്ക് അങ്ങനെയൊന്നുമല്ല. ഞാൻ മാക്സിമം എന്ത് സാധനമാണെങ്കിലും, ടാങ്ക് മാത്രമല്ല ഏതൊരു സാധനമാണെങ്കിലും എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, മിക്ക വീട്ടമ്മമാരും അങ്ങനെ ആയിരിക്കില്ലേ. പിന്നെ നമ്മൾ കൂടുതൽ നമ്മൾ പറയുകയാണെങ്കിൽ പേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പേസ്റ്റ് എത്രയൊക്കെ നമ്മൾ വേറെ ഉണ്ടെങ്കിലും ഒരു പേസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക ആട്ടാപ്പട്ടല് നമ്മൾ എടുത്തിട്ട് കളയുള്ളൂ. കത്രികയോ അല്ലെങ്കിൽ കത്തിയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ബ്രഷ് ഇട്ട് എന്താ പറയുക കലക്കി കുടിച്ചിട്ടേ നമ്മൾ ആ ഒരു കവറ് കളയുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ച് എല്ലാം കേട് വന്നതിന് ശേഷമേ കളയുള്ളൂ. അതിപ്പോൾ എന്താണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ നമ്മൾ പിശുക്കത്തരം കൊണ്ടല്ല, പക്ഷെ അത് നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഉടനീളം നമ്മൾ അങ്ങനെ പഠിച്ച് വന്നത് കൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങനെ ആയിരിക്കും, അല്ലാതെ പിശുക്കത്തരം കൊണ്ടൊന്നും അല്ല. പിന്നെ പിശുക്കുകയാണെങ്കിൽ നമുക്ക് എന്തോരം പിശുക്കാനായിട്ട് പറ്റില്ലേ. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ വേണ്ട കാര്യത്തിനൊക്കെ ഞാൻ ചിലവാക്കും കേട്ടോ. മക്കളുടെ കാര്യത്തിനാണെങ്കിലും അത്യാവശ്യമുള്ള കാര്യത്തിന് നമുക്ക് എന്തായാലും നമ്മൾ ചിലവാക്കിയേ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ പറയണം, അല്ലാതെ നമ്മൾ എന്താ പറയുക നമ്മൾ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് പറയല്ല. ഇപ്പോൾ ചിലവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ മക്കളുടെ സ്കൂളിലാണെങ്കിലും നല്ല ഫീസ് കെട്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 2 പേരിനെയും ഒരു വർഷത്തിൽ നമുക്ക് വരുന്നത് 80,000 രൂപയാണ് കേട്ടോ. ചിലർക്കത് വലിയ തുകയൊന്നും ആയിരിക്കില്ല, പക്ഷേ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് ഈ ഒരു തുക എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ചോദിക്കും, എന്താ ഗവൺമെൻറ് സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചൂടെ എന്ന് ചോദിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ മക്കളിനെ എപ്പോഴും തുടക്കത്തിലേ നമ്മളിത്തിരി നല്ലതായിട്ട് പഠിപ്പിച്ച് വെച്ചാൽ ഭാവിയിൽ അത് അവർക്ക് ഉപകാരമാവും. ഇപ്പം നമ്മൾ ഈ സ്കൂളിൽ വിട്ടത് കൊണ്ട് അവർ ഭാവിയിൽ കളക്ടറാവും അല്ലെങ്കിൽ ഡോക്ടറാകും എന്ന് പറഞ്ഞിട്ടല്ല. ബേസിക്കലി അവർക്കൊരു സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഹൈ സ്കൂളിലെത്തുമ്പോഴേക്കും അവർക്ക് നന്നായിട്ട് ഒറ്റയ്ക്ക് തന്നെ എല്ലാം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയാകും. പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളായിട്ടാ. പെൺകുട്ടികൾ കല്യാണം കഴിച്ച് വിടുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവരെ നമ്മൾ എന്താ പറയുക നന്നായിട്ട് പഠിപ്പിക്കാതിരിക്കരുത്.
അപ്പോൾ നമ്മൾ 1ഉം 2ഒക്കെ നമ്മൾ സാധാരണ നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ വിട്ടു. പക്ഷേ അവിടെ എന്താ പറയുക, മാർക്ക് വെറുതെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് കാരണം നമ്മളിവിടെ വീട്ടിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊന്നും അറിയില്ല. ചോദിച്ചപ്പോൾ ബോർഡിൽ എഴുതി കൊടുക്കണം, അത് നോക്കിയിട്ട് എഴുതുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് വിട്ട് കുട്ടികളിന് 10ാം ക്ലാസ് വരെ നമ്മളിങ്ങനെ സ്കൂള് 100% വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ അങ്ങനെ ജയിപ്പിച്ച് വിട്ടിട്ട് +1 +2 എത്തുന്ന സമയത്ത് ഒന്നും അറിയാത്ത കഴുതകളെ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ അത് അനുഭവത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. കാരണം എന്താ പറയുക, ഇംഗ്ലീഷൊക്കെ അധികം +1 കഴിഞ്ഞാലാണ് നമുക്ക് പഠിക്കേണ്ടി വരിക. പിന്നെ ഭാവിയിൽ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞേ പറ്റുള്ളൂ. ഏത് കോഴ്സിന് പോവുകയാണെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ അറിയണം, ഹിന്ദിയൊക്കെ അറിയണം. അപ്പം അതുകൊണ്ട് നമ്മൾ മുന്നേ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടിയാലും ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളെ നല്ല ഇത്തിരി ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനും എളുപ്പമാണ്. നമ്മൾ വലുതായിട്ട് നമ്മൾ അതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ശ്രമിച്ചു വെച്ചാൽ നമുക്ക് ഭാവിയിൽ വലുതാകുന്ന സമയത്ത് അവർക്ക് കാശ് കളയണത് കുറച്ചും കൂടെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ വിട്ടിട്ട് പഠിപ്പിച്ചു, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ എവിടെയാണെങ്കിലും പഠിക്കട്ടോ, മോശം എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ചെറുപ്പം മുതൽ വിടുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഭാവിയിൽ അധികം കാശ് ചിലവാക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ പഠിക്കാത്തതിൻ്റെ ഒരു ക്ഷീണം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നമ്മളിപ്പോഴാണ് അനുഭവിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ജോലി അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്തത് അത് വലിയൊരു ഇത് തന്നെയാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നമ്മുടെ മക്കൾക്കും അങ്ങനെ വരരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തുടക്കം മുതൽ ഒരു കുറച്ചും കൂടെ നല്ല സ്കൂളിൽ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇപ്പോൾ ഞാനിതാ എന്തൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ എന്തെല്ലാം ചെയ്തു അല്ലേ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ രാവിലത്തെ വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വന്നു. പിന്നെ 1 മണിയാവും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ചാരുമോളിനെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ നമ്മളിതാ എന്താണ് ക്ലാസ്സിലേക്ക് വന്നിട്ട്, അതായത് സ്കൂളിലേക്ക് വന്നു, ഹാൾ ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇത് കണ്ണാടി സ്കൂളാണ് കേട്ടോ. അപ്പോൾ കണ്ണാടി സ്കൂളിലാണ് നമ്മൾ വന്നത്. ഇവിടെ പരിസരത്ത് ആരെങ്കിലും ഈ സ്കൂൾ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഹാൾ ടിക്കറ്റൊക്കെ കൈപ്പറ്റി ഞങ്ങളിതാ എന്തായാലും വന്നതല്ലേ, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ വാങ്ങിച്ചിട്ട് പോയി, കുറച്ച് പേര് ഇനിയും വരാനുണ്ട്. അവരെയൊക്കെ കുറച്ച് നേരം കാത്തിരിക്കുകയാണ്. അങ്ങനെ സെൽഫിയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നമ്മളിതാ വീടെത്തിയിട്ടുണ്ട്. വീണ്ടും വീടെത്തി നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മീൻ കറി, വെണ്ടയ്ക്ക വറുത്തതും കൂടെ കഴിക്കുകയാണ് കേട്ടോ. മീൻ കറി ഒരു രക്ഷയില്ല, നല്ല സൂപ്പറായിട്ടുണ്ട്. കുറേ നാളിന് ശേഷമാണ് മീൻ കറി കഴിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണോ എന്തോ അറിയില്ല, അതോ ഇനിയിപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ മീൻ കറിയൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടോ, 1:30 ആവാറായിട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് പെട്രോളൊക്കെ ഇട്ട് പിന്നെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴാണ് നമ്മൾ നേരത്തെ കാണിച്ച ലിസ്റ്റും കാര്യങ്ങളും റിപ്പോർട്ടും ഒക്കെ ഞാൻ രാവിലെ ഞങ്ങൾ ബാഗിൽ വെച്ചിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ആ സമയത്ത് ഹോൾ ടിക്കറ്റ് വാങ്ങാനായിട്ട് കവറൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്കൂളിൽ തന്നെ വെച്ച് മറന്നിട്ട് വന്നു. അങ്ങനെ വീണ്ടും ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ, ഞാനും ചാരുമോളും കൂടെ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 8-8 16ൻ്റെ പണി കിട്ടിയൊരു ദിവസമാണ്. മനുഷ്യന്മാർക്ക് മറവിയും കാര്യങ്ങളൊക്കെ വന്നാൽ എന്താ ചെയ്യലേ, കുറച്ച് ധൃതിയുള്ളൊരു ദിവസം. അല്ലെങ്കിൽ ഇന്നൊരു ഫുൾ അലച്ചൽ ദിവസമാണ് കേട്ടോ. രാവിലെ 9:30 ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ 2:30 ആയിട്ട് എൻ്റെ അലച്ചൽ തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ടും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴത്തേക്കും ഡോക്ടർ പോവും. എന്തായാലും ഡ്യൂട്ടി ഡോക്ടർ എന്തായാലും ഉണ്ടാവും. അവിടെ പോയി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നാളെ വീണ്ടും ചാരുമോള് ലീവാക്കിയിട്ട് ഇനി ഇതിന് വേണ്ടി പോകണം. അപ്പോൾ ഒരു ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം എന്നാണ്. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നെയെന്ന് ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മടി പിടിച്ചൊരു ദിവസങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതാത് ദിവസം അല്ലെങ്കിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് തീർക്കുക. അപ്പോൾ ഇവിടെ കൊഴൽമന്ത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ജാമും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പതുക്കെ അങ്ങനെ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ നമ്മുടെ റിപ്പോർട്ടൊക്കെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. മുന്നേ തന്ന മരുന്നുണ്ടല്ലോ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിപ്പോൾ 2 പ്രാവശ്യമായി ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, മഞ്ഞപ്പിത്തത്തിൻ്റെ ചെറുതായിട്ട് കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ. ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ചപ്പോൾ നോർമലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഒരു സമാധാനം. ഇനിയിപ്പോൾ എന്തായാലും മരുന്നൊക്കെ ഉണ്ട് കേട്ടോ, മരുന്നൊക്കെ അതൊക്കെ കഴിക്കണം.
അങ്ങനെ നമ്മളിതാ വീണ്ടും ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടെത്തി. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ നേരെ വീട്ടിലേക്ക് പോവുക. വേറെ പരിപാടികളൊന്നുമില്ല. കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അതും വാങ്ങിക്കണം. അങ്ങനെ പോകാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കഷ്ടകാലത്തിന് കുഴൽമന്നത്ത് ഒരു കട പോലും ഇല്ല. അങ്ങനെ ഞങ്ങളിതാ ചുങ്കമന്നം വന്ന് അവിടെ നിന്നൊരു കടയിൽ പച്ചക്കറികളെന്ന് പറഞ്ഞാൽ ഉള്ളിയും തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ ഒന്ന് വാങ്ങിച്ച് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇത് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഉണ്ടാക്കിയത് കുറച്ചുണ്ട്, മീൻകറിയും ചോറൊക്കെ ഇത്തിരി ഉണ്ട്. എന്നാലും തികയില്ലയോ എന്നുള്ളൊരു മട്ടിലിരിക്കുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചോറ് ഇനി എന്തായാലും വെക്കണ്ടമ്മ, ചപ്പാത്തി കഴിക്കാനായിട്ട് തോന്നുന്നു പറഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ശരി എന്നാൽ പറഞ്ഞ് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിക്കുള്ളതൊക്കെ പരത്തിയെടുക്കുകയാണ് കേട്ടോ. പരത്തിയെടുത്തു. മുട്ടക്കറിക്കുള്ള മുട്ടയൊക്കെ വേവിച്ചു. അങ്ങനെ ഗംഭീരമായിട്ട് പരത്തലും എല്ലാം കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് അടുത്ത 8ൻ്റെ പണി കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് 8 16ൻ്റെ പണിയാണ് കിട്ടിയത് എനിക്ക്. രാവിലെ മുതൽ അലച്ചലും വൈകുന്നേരം എന്താ വീട്ടിലത്തുള്ള ഒരു 8ൻ്റെ പണിയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. ഗ്യാസ് കത്തുന്നില്ല, ഗ്യാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2 കുറ്റി ഉണ്ടെങ്കിൽ ഇത്തിരി മടിയാണല്ലോ അല്ലേ നിറച്ച് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്യാസ് തീർന്നത് കൊണ്ട് ഞാനത് അടുപ്പത്തിരുന്ന് ചപ്പാത്തി ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അടുപ്പ് കത്തിക്കാൻ വയ്യ, ചോറ് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്ന്. ഇതിപ്പോൾ എന്താ പറയുക, നമുക്ക് ഡബിൾ പണിയായി കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. 8ൻ്റെ അല്ലത് 16ൻ്റെ. ഇന്ന് ഫുള്ള് 8x16. ഗൈസ് എന്നാൽ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു ഗൈസ്. കണ്ടു, എൻ്റെ മമ്മി ഇരുന്ന് ഉണ്ടാക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ പുറകു വശമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കേ, അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാനത് ആ മുട്ടക്കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുക്കണം കേട്ടോ. ഇന്നിപ്പോൾ വറുത്തരച്ചിട്ട് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ എന്താണോ തീരുമാനിച്ചത് അത് അടുപ്പത്താണെങ്കിലും ഉണ്ടാക്കും കേട്ടോ. അടുപ്പത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ചിലപ്പോൾ തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. അടുപ്പിൽ കത്തിച്ചാൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും തീരും കേട്ടോ. എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. കാരണം നമ്മൾ എന്താ ഇത്തിരി സ്പീഡാവണം എന്ന് മാത്രം. കാരണം ഓരോ സാധനങ്ങൾ വെച്ചെടുക്കുമ്പോഴും അടുത്തത് വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ മുന്നേ ചെയ്ത് വെച്ചിരിക്കണം. എന്നാൽ പിന്നെ നമ്മുടെ അടുപ്പിൽ ഫുഡ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിസാഹസികമായിട്ട് നമ്മുടെ അടുപ്പത്തുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുട്ടക്കറിക്കുള്ളതെല്ലാം റെഡിയാക്കി ഇതാ മുട്ടക്കറിയൊക്കെ ഒന്ന് മസാലകളൊക്കെ കൂട്ടി തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ചത് ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് മുട്ടയൊക്കെ ഇട്ടെടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡിയാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയും ചപ്പാത്തിയുമാണ് ഇന്ന് വൈകുന്നേരം കഴിക്കാനായിട്ട്. അപ്പോൾ ചില മടിയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ ഈ അടുപ്പിൽ പണിയെടുക്കാനായിട്ട് ഒരു ഇത്. അല്ലാതിരുന്നാൽ നമുക്ക് എന്താ പറയുക, നല്ല ഉഷാറുള്ള ദിവസമാണെങ്കിൽ നമുക്ക് എന്ത് പണി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ മടിച്ച് എന്താ പറയുക മാറി നിൽക്കുക എന്നൊന്നും എൻ്റെ ഒരു ഇതിലില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇതാ ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ വൈകുന്നേരം തന്നെ ഞാൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറഞ്ഞ പോലെ തന്നെ രാത്രി തന്നെ ഞാൻ ഒരു കലം വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് കുടിക്കാനുള്ളത്, പിറ്റേ ദിവസം മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണമല്ലോ, അപ്പോൾ തലേ ദിവസം തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. അങ്ങനെ വൈകുന്നേരത്തെ എല്ലാ പണികളും ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും ചോറും മീൻകറിയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ ഭോജനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല കുംഭകർണൻ്റെ ഉറക്കം ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ടൊന്ന് ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീണ്ടും. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.